കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ച് കേട്ടതിനെ പറ്റി രണ്ട് വാക്ക്. കോക്രോച്ച് ജനതാ പാർട്ടി, കോക്രോച്ച് ആക്ച്വലി ഈ പാർട്ടി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ ഇത്തരത്തിലുള്ള ഈ ജെൻസി ആണെന്ന് പറയുന്നു. ഞാനിപ്പോൾ ഈ ജെൻസിക്കോ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ളവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളവർക്കോ അങ്ങനെ ഒരു പ്രത്യേക ഇതൊന്നും ഞാൻ കാണുന്നില്ല. കാരണം നമ്മൾ നേപ്പാളിലായാലും ബംഗ്ലാദേശിലായാലും ഒക്കെ എന്താണ് ജെൻസി ചെയ്യുന്നത് എന്ന് കണ്ടതാണ്. ആക്ച്വലി ദേ ആർ നോട്ട്, അവരുടെ ഒരു പുതിയൊരു പുതുമയോ അല്ലെങ്കിൽ ഒരു ന്യൂട്രലായിട്ടുള്ള സാധനമല്ല. അവർ നിലവിലുള്ള ഏതെങ്കിലും വർഗീയ കക്ഷിക്കോ അല്ലെ രാഷ്ട്രീയ കക്ഷിക്കോ വേണ്ടിയുള്ള ഒരു സാധനം മുന്നോട്ട് വെക്കുകയാണ് അവർ ചെയ്യുന്നത്. ആക്ച്വലി ദേ ആർ യൂസ്ഡ് ബൈ ദിസ് പാർട്ടീസ് ആൻഡ് ദിസ് ജമാഅത്ത് ഇസ്ലാമി. ഉദാഹരണമായിട്ട് ഛാത്ര പരിഷത്ത് എന്നൊക്കെ പറയുന്ന അവിടുത്തെ സംഗതി പക്ക ജമാഅത്ത് ഇസ്ലാമിയുടെ കമ്മ്യൂണൽ അജണ്ടയാണ് അവർ മുന്നോട്ട് വെച്ച് തെരുവ് കത്തിച്ചത്. അവർ പ്രായം കുറവായിരിക്കും, അതൊക്കെ. പിന്നെ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ മെമ്പേഴ്സോ ഒക്കെ ഉണ്ടാകുന്ന ഈസി ആയിരിക്കും. ഞാൻ ഇൻസ്റ്റയിൽ അത്ര വ്യാപകമായി ഇടപെടാറില്ല. ഇൻസ്റ്റയിൽ വരുന്നതുകൊണ്ട് അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിനൊരു ട്രാൻസ്ലേഷൻ ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ വൈറലാവുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംരംഭം എല്ലാവരും വന്ന് ക്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെമ്പേഴ്സ് ആവുന്ന ക്ലിക്കല്ലേ, എനിബഡി ക്യാൻ ക്ലിക്ക്. ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് ഈ ജെൻസിയുമായിട്ടാണ് ബേസിക്കലി ഇടപെടുന്നത്. അതാത് കാലത്തെ ജെൻസി. ബട്ട് അവരുടെ രാഷ്ട്രം, രാഷ്ട്രീയം, ജീവിതം ഒക്കെ സംബന്ധിച്ചുള്ള അവരുടെ എനിക്ക് അങ്ങനെ വലിയൊരു ഹ്യൂജ് പ്രതീക്ഷയൊന്നും എനിക്കില്ല. ചില ആളുകൾ അങ്ങനെ ഓരോരോ സെക്ഷൻസിൻ്റെ പിന്തുണ കിട്ടാനായിട്ട് അങ്ങനെ സംസാരിക്കും. ബട്ട് ഐ എം നോട്ട്. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ഇപ്പോൾ വിജയ് ചെയ്തത് ഇതിനേക്കാൾ വലിയൊരു സംഭവമില്ലയോ? അങ്ങനെയാണെങ്കിൽ വിജയ് എന്താണ് ചെയ്തത്? വിജയ് ഒരു സിനിമാ താരമായിട്ട് വന്നു, എല്ലാവരും പോയി വോട്ട് ചെയ്യുന്നു, മാതാപിതാക്കളെ കൊണ്ട് വോട്ട് ജയിക്കുന്നു. ഇതിന് അത്രയും പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം ഇത് ഓൺലൈനാണ്. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാരണങ്ങളൊക്കെ ഇവിടുത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നതോ ആം ആദ്മി പാർട്ടിയോ കോൺഗ്രസോ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ സ്പോക്സ് പേഴ്സൺസ് പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിന് ഇത്രയും ട്രാക്ഷൻ വരാൻ കാരണം ഇത് BJPക്ക് എതിരാണ് എന്നുള്ളത് കൊണ്ട്, BJPക്ക് എതിരാണെന്ന് തോന്നിപ്പിക്കുന്നു. ആ രീതിയിലാണ് മുദ്രാവാക്യങ്ങളും അവർ അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് BJP ആയിട്ടുള്ള ആളുകളെല്ലാം ഇതിന് ട്രാക്ഷൻ കിട്ടുന്നു, ഓട്ടോമാറ്റിക്കാണ്. അതിപ്പം എനിക്കത് അത്ഭുതമോ ഒരു പ്രത്യേകിച്ച് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ കോൺസിക്വൻഷ്യൽ ആകാൻ സാധ്യത ഇല്ല. കോൺസിക്വൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ആയിട്ട് വരണം. ഇപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഓരോ വോട്ട് പോലും വെറുതെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വോട്ട് ചോരി എന്ന് പറയുന്ന സാധനമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വോട്ട് ചോരി എന്ന് പറയുന്ന മുദ്രാവാക്യം കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ഒരു സംഗതിയാണ്. അതേപോലെ ഇപ്പോൾ TMC എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ ഇപ്രാവശ്യം SIR മാറ്റിയിട്ടുണ്ട്. ഒരു മണ്ഡലം തന്നെ പറയുകയാണെങ്കിൽ ഈ നേമം മണ്ഡലം 24,000+ വോട്ട്സ് ആണ് നിയമമണ്ഡലത്തിൽ മാത്രം മാറി. ഒരു മണ്ഡലം, അത് നിയമസഭാ മണ്ഡലത്തിൽ. ഇനി ബംഗാളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗാളിൽ 90 ലക്ഷം വോട്ടേഴ്സിനെയാണ് മാറ്റിയത്. ആബ്സെൻറ്റീസ്, ഡെഡ്, ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് മാറ്റിയത്. അതിൽ 27 ലക്ഷത്തെക്കുറിച്ച് TMCക്ക് പോലും പരാതിയുള്ളൂ. 27 lakh ഡിലീഷനെ കുറിച്ച് മാത്രമാണ് TMCക്ക് പോലും പരാതിയുള്ളത്. സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി അത് ഇലക്ഷൻ നടത്തട്ടെ എന്നുള്ള രീതിയിൽ അതിൻ്റെ വിധി ഉണ്ടായനുസരിച്ചാണ് ഇലക്ഷൻ നടന്നത്. ഇതാണ് അപ്പോൾ ഒരു ഇക്വേഷൻ വരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അതിന് കുറേ ആളുകൾ ഇങ്ങനെ വന്ന് എടുക്കുന്നു. അത് ഇപ്പോൾ എത്രയാ, 20 മില്യൺ. അത് വളരെ വളരെ കുറവാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ. എനിക്ക് തോന്നുന്നൊരു 200 മില്യണൊക്കെ ആകാം നമ്മുടെ വോട്ടിംഗ് പാറ്റേണും ലിസ്റ്റും ഒക്കെ കൂടെ. പിന്നെ ഇത് മാത്രമല്ല, ഇതിനകത്ത് വോട്ട് ചോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോട്ട് ഡിലീറ്റ് പറഞ്ഞാൽ അപ്പം SIR വേണ്ടെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം ഒരു രീതിയിലുള്ള ഇടപെടൽ നടന്നു കഴിഞ്ഞാൽ പരാതിയാണല്ലോ. വോട്ടേഴ്സ് ലിസ്റ്റ് അതേപോലെ പോട്ടെ എന്നാണ് ഈ പറയുന്നത്. ജെൻസി മൂവ്മെന്റ് ആണെങ്കിലും ഏത് മൂവ്മെന്റും വോട്ടേഴ്സ് ലിസ്റ്റ് അതേപോലെ പോട്ടെ, അതിനകത്ത് ഒരു മാറ്റവും വേണ്ട, പരിഷ്കരണം വേണ്ട, ഡിലീഷൻ വേണ്ട, ഒന്നും വേണ്ട. അതൊക്കെ ഒരു ശാസ്ത്രീയമായ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിനെ ഈ പറയുന്ന ആളുകൾ, പാർട്ടിക്ക് വേണ്ടി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതിനകത്ത് തന്നെ കാണത്തില്ലയോ?
ഫേക്ക് കാണത്തില്ലേ? ഫേക്ക് ഐ ഡി ഉണ്ടാകാം, ബോട്ടുകൾ ഉണ്ടാകാം, നിർമ്മിത ഐ ഡികൾ ഉണ്ടാകാം, ഒരാൾക്ക് തന്നെ പല ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യാം. അത് ഈ പറയുന്ന പാർട്ടിയുടെ മെമ്പർഷിപ്പ് തന്നെ നോക്കി അങ്ങനെ അറിയാലോ. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ BJP മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഡയൽ ചെയ്താണ്. അതിനെ എന്താണ് പരക്കെ ട്രോളുകയും പരിഹസിക്കുകയും ചെയ്തവരാണ് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പാർട്ടിക്കാരും. ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ BJP ചേരാം. അത്രയും ബുദ്ധിമുട്ടല്ലല്ലോ ഇതിനകത്ത്. ഡയലൊന്നും ചെയ്യണ്ടേ, ഇരുന്ന് വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോരെ. അപ്പം അത്രേ ഉള്ളൂ അതിനകത്ത്. പിന്നെ അവരെ 5 ഇത് ഞാൻ കണ്ടു. ഒന്ന് 50% റിസർവേഷൻ സ്ത്രീകൾക്ക് കൊടുക്കണം. ജെൻസി പറയുകയാണ്, ജെൻസി 50% റിസർവേഷൻ ജെൻഡർ അടിസ്ഥാനത്തിൽ വേണം എന്നൊക്കെ പറയുന്ന ജെൻസിയെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയില്ല. അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും യാതൊരു പുരോഗമന സ്വഭാവമോ സെൻസ് ഓഫ് ഈക്വാലിറ്റിയോ ഇല്ലാത്ത, ഇനി ആ ഒരൊറ്റ കാര്യം തന്നെ മതി. ഇതിപ്പം നമ്പർ ക്ലിക്ക് ചെയ്തിരിക്കുന്ന നമ്പറാണ് 20 ലക്ഷമെന്നോ 30 ലക്ഷമെന്നോ ഒക്കെ പറയുന്നത്. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ട് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പോയി കഴിഞ്ഞാൽ പാള കീറുന്നോണം കീറുക. ഇതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു, ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി അച്ചീവ് ചെയ്ത് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളോ അതിൻ്റെ ഏതാണ്ടോ ആദ്യ തുടക്കക്കാരനൊക്കെ ആം ആദ്മി അത് പോട്ടെ, അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിനൊക്കെ ഇന്ത്യയിലെ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ അജണ്ട വെക്കുന്നതിനോ ഒന്നും തെറ്റില്ല.